അതൊരു അപകടം പിടിച്ച കളിയാ. ജയന്തി പറഞ്ഞത് ശരിയാ. എന്ന് വെച്ച് നമ്മൾ പാറുവിനെ നിരുത്സാഹപ്പെടുത്തിയൊന്നും വേണ്ടെന്നാ എന്റെ അഭിപ്രായം. കാരണം പാറു ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളൊക്കെ ഇല്ലേ. ഒളിഞ്ഞിരുന്ന് ഗന്ധർവം കളിക്കുന്നവന്റെ മനസ്സിലിരിപ്പ് വേറെയാണെങ്കിൽ ഞാൻ അവനെ എടുത്ത് ചവിട്ടി കൂട്ടും. പ്രിയനും എന്നോടൊപ്പം ഉണ്ടാവും. അല്ലടാ പ്രിയ? ഒളിഞ്ഞിരുന്ന് ഗന്ധർവൻ കളിക്കുന്ന ആള് നിങ്ങൾ പറയുന്ന പോലെ പ്രശ്നക്കാരനല്ലെങ്കിലും പാറുവിനോട് അയാൾക്ക് ആത്മാർത്ഥമായ പ്രണയം തന്നെയാണെങ്കിലോ? അത് നിനക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം. എങ്ങനെ? അയാളെ എനിക്കറിയാം. പ്രിയൻചേട്ടനെ അയാൾ അറിയാന്നോ? സത്യാണോ പ്രിയൻചേട്ടാ? സത്യം. ആരാ ഇവളുടെ ഗന്ധർവൻ? ഒന്ന് വേഗം പറ പ്രിയൻചേട്ടാ. ഇവളുടെ മുഖം കണ്ടില്ലേ? ഇവൾക്ക് സമാധാനം ആയിക്കോട്ടെ. ഇവളുടെ ഗന്ധർവൻ ആരാന്ന് വേഗം പറ. പ്രിയൻചേട്ടാ. വേണ്ട സൗന്ദര്യ, എന്റെ വിഷമവും കാത്തിരിപ്പൊക്കെ ഇയാൾക്ക് വെറും തമാശയാ. ഇയാള് പറയുന്നത് കേൾക്കാൻ ഞാൻ കാതും കൂർപ്പിച്ച് നിൽക്കുന്ന കാണുമ്പോ ഇയാള് മനസ്സിൽ ചിരിക്കായിരിക്കും. എന്റെ സങ്കടം മനസ്സിലാവണമെങ്കിൽ എന്റെ അനുഭവം ഇയാൾക്കും ഉണ്ടാവണം. ഇയാൾക്കും ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥ വരണം. ഇവളോട് ഇനിയെങ്കിലും ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഈ കാത്തിരിപ്പിന് അർത്ഥമില്ലെന്ന് മനസ്സിലായ കാത്തിരിപ്പ് അവസാനിപ്പിക്കണം പാറു. ഗന്ധർവൻ എന്ന പേരിൽ ആരോ നിന്നോട് കളിതമാശ കാണിച്ചു. അങ്ങനെ കരുതിയ മതി. അയാള് വന്നാലും വന്നില്ലെങ്കിലും നിനക്കൊരു ചുക്കുമില്ലെന്ന് നീ നിന്റെ മനസ്സിനോട് പറയും.